നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരെന്തായിരുന്നു ഇന്നലകളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണുന്നത്, ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വളരെ ശക്തമാകുന്നതും റെസനേറ്റ് ആവുന്നതുമായ ഒരു റീഡിങ്സ് ലഭിക്കാൻ കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുകയുള്ളൂ. അപ്പം ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. ആവശ്യമുണ്ട് എന്നുള്ളവർ നിങ്ങൾക്കൊരു ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി ഇതിനകത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. അഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. നടന്നില്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ സ്വപ്നം ഒരു സ്ക്രിപ്റ്റായിട്ട് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്ന രീതിയിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ അതിൽ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അത് ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ മേഖലയായിക്കോട്ടെ, നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, ഒരു പാഷൻ എനർജി ആയിക്കോട്ടെ, നിങ്ങൾ എഴുതുക ഒരു സ്ക്രിപ്റ്റ് രൂപത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട്. അല്ലാണ്ട് നാളെ ലഭിക്കുമെന്നല്ല എഴുതേണ്ട, ഫ്യൂച്ചറല്ല എഴുതേണ്ടേ, പ്രസൻ്റാണ്, കറൻറ്റാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങളുടെ ബന്ധങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന സ്തംഭന അവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ്റെ ഫ്യൂച്ചർ, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കിടയിൽ ഒരു വലിയ ശക്തമാകുന്നൊരു ബ്ലോക്കേജ് ഉണ്ട്. ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം ശക്തമാകുന്ന ബ്ലോക്കേജ് ഉണ്ട്. എന്നാൽ ഒരു പ്രതീക്ഷയുമുണ്ട്, പ്രത്യാശയുണ്ട്. നാളത്തേക്കെല്ലാം ശരിയാകുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. ഫയർ എനർജിയിലാണ് നിൽക്കുന്നത്. കുറച്ച് ക്രിയേറ്റിവിറ്റി ആവാനുണ്ട്, മാറ്റങ്ങൾ വരാനുണ്ട്, ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാനുണ്ട്, ചില തിരിച്ചറിവുകൾ, തെറ്റുകൾ തിരുത്താനുണ്ട്. അതുപോലെ തന്നെ ബന്ധം എന്താണ്, നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു സ്തംഭന അവസ്ഥയുണ്ട്, തടസ്സമുണ്ട്, ശക്തമാകുന്ന, അതായത് ഫയർ എനർജിയാണ് നിങ്ങളെ 2 സിറ്റുവേഷൻസിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് സെപ്പറേഷൻ എനർജിയിലുള്ള റിലേഷനാണ് കേട്ടോ കണക്റ്റഡായി നിൽക്കുന്നത്. ഒരുമിച്ച് നിങ്ങൾ കണക്റ്റഡായിട്ട് പോയെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇതൊരു യൂണിവേഴ്സൽ നൽകിയിരിക്കുന്ന ഒരു സെപ്പറേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെക്കൻഡ് ചാൻസ് എനർജി, പ്രതീക്ഷയുടെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ജസ്റ്റിസ് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം 100% എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഓർമ്മകളിൽ, അവരുടെ എന്താ പറയുക, ഒറ്റപ്പെട്ട് നിൽക്കുന്ന, അവർ എലോൺ എനർജിയിൽ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം മടുപ്പ് തോന്നി പിന്മാറിയ വ്യക്തിയായിരിക്കാം. കുറച്ച് മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണണമെന്ന് ചിന്തിച്ച വ്യക്തിയാവാം. ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്നും ഒരു സെൽഫ് വാല്യൂ കൊടുത്തുകൊണ്ട് ചേഞ്ച് ആയൊരു പേഴ്സൺ ആവാം ഈ ഒരു വ്യക്തി കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചൊക്കെ വിശ്വാസമൊക്കെ ഉള്ള ഒരു ദൈവികപരമാകുന്നത്, മറ്റ് രീതികളിലുള്ള കുറച്ച് അമിതമായ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വിശ്വാസമുള്ളൊരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ മാത്രവുമല്ല, കുറച്ച് കാര്യങ്ങൾ ഓവറായിട്ട്, വളരെ ഡീപ്പായിട്ട് ചില കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തി വളരെ എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് എനർജിയുള്ള, അതായത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ച് പിന്നീട് ദുഃഖിക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ഒന്നും ഉള്ളൊരു പേഴ്സൺ അല്ല കേട്ടോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിലേക്ക് നോക്കുമ്പം വേണ്ട എന്ന് വെക്കുന്നതിന് വലിയ മടിയൊന്നുമുള്ളൊരു വ്യക്തിയല്ല. ആ ഒരു വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ ചിന്തകൾ എങ്ങനെയാണോ കണക്ട് ചെയ്ത് കടന്നു പോകുന്നത് അതിനനുസരിച്ച് വിധി മാറി ചലിക്കുന്ന, അതായത് മാറി ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ഉണ്ട്. പിന്നെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ പേഴ്സൺ ഒറ്റപ്പെട്ടൊരു വ്യക്തിയാണ് കേട്ടോ. അതായത് ഒരു പക്ഷേ വിവാഹം കഴിക്കാത്തൊരു വ്യക്തിയാവാം, ഒരുപാട് ഏജ്ഡ് ആയിട്ടും ഒരു ഫാമിലി ലൈഫിലേക്ക് പോകാത്തൊരു പേഴ്സൺ ആവാം. അതല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഏത് സാഹചര്യം ലൈഫിലുണ്ടെങ്കിലും എപ്പോഴും ഒരു എലോൺ എനർജി, ഒറ്റപ്പെട്ട് നിൽക്കാൻ, സ്വയം ഇങ്ങനെ ആ വ്യക്തിയോട് തന്നെ ആ വ്യക്തി ഇങ്ങനെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ നടത്തി കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടുള്ളൊരു എനർജിയാണ്. ഒന്നും തുറന്നു പറയാൻ മടി കാണിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തൊരു ക്യാരക്ടർ എനർജി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ, ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി മനസ്സിലിപ്പം ഈ നൈറ്റ് തോട്ട്സിലേക്കൊക്കെ നോക്കുമ്പം മനസ്സുകൊണ്ട് വല്ലാതെ പ്രതീക്ഷിക്കുന്നു, നിങ്ങളുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു ആക്ഷൻ എടുത്താലോ എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ആ ഒരു വ്യക്തിനെ പതുക്കെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നത്, നിങ്ങൾ ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ മുറുകെ പിടിച്ച്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കൊരു ഫ്രീഡം കിട്ടാത്ത വിധം നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തിക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എപ്പോഴും ആ വ്യക്തിയെ നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എവറി ടൈം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരെ മടുപ്പിച്ചിട്ടുള്ളൊരു സിറ്റുവേഷൻസ് പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ വെച്ച് ഫ്രീഡം ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ എലോൺ എനർജിയിൽ കൂടുതലും ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന, മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇഷ്ടപ്പെടുന്ന, കുറച്ചൊരു സ്പിരിച്വാലിറ്റിയിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്തായാലും കറൻറ്റ്ലി ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വളരെ പ്രഷ്യസ്, അതായത് നമ്മൾ ഒരു മദർ എനർജിയുടെ പ്രസൻസ് പോലെ, ഒരു മദർ ഗുഡ് എനർജിയുടെ പ്രസൻസാണ് അവരുടെ ഉള്ളിൽ നിങ്ങളെ കാണുന്നത്. കാരണം ആ ഒരു വ്യക്തി ജസ്റ്റ് ചിന്തിക്കുന്നത്, ഒരു പക്ഷേ എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എന്നെ പരിഗണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു പേഴ്സൺ ഈ വ്യക്തിയാണല്ലോ എന്ന ഒരു തോട്ട്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അബണ്ടൻസ് ഫീലിങ്സ് ആണ് അവർക്ക് ലാസ്റ്റ് നൈറ്റ് തോട്ട്സിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും മൂല്യമുള്ള ഒന്നായിരുന്നു, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും അറിയുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് സെപ്പറേഷൻ എന്നുള്ള എനർജി ആയതുകൊണ്ട്, സെപ്പറേറ്റഡ് ആയതുകൊണ്ട് ഇതിനകത്തൊരു റീയൂണിയൻ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് പറയാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് പാത്ത് ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ പർപ്പസ് കാര്യങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന, മുഴുവനും നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ആ രീതിയിലേക്ക് ഒരു വ്യക്തിയുടെ മാറിയിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതായ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക്. കാരണം ഇതിനകത്ത് കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട, പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൽ പെട്ടതോ, ആ വ്യക്തിയുടെ കറൻറ്റ് ഈ ഒരു ജന്മം ആ ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടതോ, കയറ്റിറക്കങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു പോകുമ്പോഴും ആ വ്യക്തിയുടെ ലൈഫിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് കടന്നു പോയിട്ടും ആ വ്യക്തിക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാനോ മറന്നു കളയാനോ പറ്റാത്ത ഒരു എനർജി നിങ്ങളുടേതാണ്. അപ്പം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണിലേക്ക് ഒരു വ്യക്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ടൊരു കർമ്മയുണ്ട്, ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന ഒരു പേഴ്സൺ മനസ്സറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു എനർജിയാണ് നിങ്ങളെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു ജസ്റ്റിസ്
ലഭിക്കാനുള്ള യോഗ്യതയുണ്ട്. ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നീതി ലഭിക്കേണ്ടതായ അതിനുള്ള ഒരു യോഗ്യത ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്നും ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം നിരാശ, കുറ്റബോധം, പാസ്റ്റിൽ ഇവർ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർ സ്വയം അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റാരുടെയൊക്കെയോ വാക്കുകൾക്ക് ഈ ഒരു വ്യക്തി ചെവി കൊടുത്തു എന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ബ്ലോക്കേജിന് കാരണമായിട്ടുണ്ട്. അതും ആ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ടും മനസ്സിലാക്കുകയും പിന്നീട് ഇപ്പോൾ അത് കുറ്റബോധമായിട്ടും നിരാശയായിട്ടും ഒരു എന്താ പറയുക, കുറ്റമേറ്റു പറയുന്നത്, സ്വയം നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ, ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് ഈ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. അതുപോലെ തന്നെ കുറ്റബോധമുണ്ട്. നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഒരു പവർ ലോസിംഗ് ആണ്, ഒരു ശക്തമാകുന്ന ചതി സംഭവിച്ചിട്ടുണ്ട്. അതിൽ മറ്റുള്ളവരുടെ പ്രസൻസ് വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ടായി എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ചിന്തിച്ച ഇടങ്ങളെല്ലാം മോശമായിരുന്നു എന്നതാണ് കറൻ്റ്ലി ഒരു വ്യക്തിയുടെ ആ ഒരു തോട്ട്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ മൂല്യം അവിടെ ബ്ലൈൻഡായിപ്പോയി. നിങ്ങളുടെ ബന്ധത്തിൻ്റെ മൂല്യം അവർക്ക് അറിയാൻ പറ്റാത്ത വിധം ഒരു ഡാർക്ക് എനർജിയുടെ അല്ലെങ്കിൽ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് അവിടെ കയറി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ക്യൂനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരിലും ചെറിയ ഈഗോയും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരാളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ചാൽ, ഒരാൾ ഇമോഷണലിയും സ്ട്രോങ് ആയിരുന്നു, ഒരാൾ ജഡ്ജ്മെൻറ്റിങ്, ന്യായത്തിന് വേണ്ടിയിട്ടും ഫൈറ്റിംഗ് ചെയ്ത്. അതിനകത്ത് ഫെമിനിയൻ എനർജി ന്യായത്തിന് വേണ്ടി ഫൈറ്റിംഗ് ചെയ്യുകയും മസ്കുലൻ എനർജി ഇമോഷണൽ ഹൈഡ് ചെയ്യുന്നതിലും കാരണമായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയിൽ ഫോക്കസ്ഡ് ആയിരുന്നിട്ട് പോലും നിങ്ങളിൽ നിന്നും ഉള്ള ചില സമയത്തെ പ്രസൻസും അവരുടെ പ്രസൻസ് കൂടി ചേർന്നപ്പോൾ ചില സമയങ്ങളിൽ അവിടെ ഒരു ഫൈറ്റിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. പിന്നിലേക്ക് അവർ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഓർക്കുമ്പം അവിടുത്തെ ആ ഒരു തെറ്റ് പറ്റിയത് ആർക്കാണ് എന്നൊക്കെയുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഈ ഒരു പേഴ്സണ് സെൽഫിഷ് മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. ഇവരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഒരു ഹൈഡ് എനർജിയും അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്നൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസിങ്ങും, അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് സെൽഫിഷ് മെൻറ്റാലിറ്റി, അതായത് ഈഗോ എനർജി, അതായത് പരാജയപ്പെടുവാണെന്ന് അറിഞ്ഞാലും തല കുനിക്കില്ല എന്നുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ മാനസികപരമായിട്ട് ഞാൻ വീണു പോകും, എനിക്ക് ഇന്ന വ്യക്തിയുടെ പ്രസൻസ് വേണം, ആ വ്യക്തിയോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുമ്പം പോലും അതിന് തയ്യാറാവാതെ പോയതെല്ലാം നിങ്ങളുടെ റിലേഷനെ താറുമാറാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ശക്തമാകുന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, വളരെ ശക്തമാകുന്ന വീഴ്ചകൾ. അതിനെല്ലാം കാരണം കുറേയൊക്കെ ഈഗോയും കുറേയൊക്കെ സെൽഫിഷായിട്ടുള്ള ആ ഒരു പ്രോബ്ലംസുകളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും ഒക്കെ ഇതിനകത്ത് കണക്റ്റഡായി എന്നുള്ളതാണ്. ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, ഓവറായിട്ട് ബന്ധത്തിൽ പൊസസീവ്നെസ് കാണിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ, ഇതെല്ലാം ഈ ഒരു റിലേഷനെ വളരെ ശക്തമായിട്ട് ഒരു വീഴ്ചയ്ക്ക് കാരണമാക്കി എന്ന് തന്നെയാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. അവർ മറ്റൊരിടത്തേക്ക് ഫോക്കസ് ചെയ്തു, നിങ്ങൾ അവരിലേക്ക് ഫോക്കസ് ചെയ്തു. അതവിടെ ഒരു ബർഡന് കാരണമായി. കാരണം അവരുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയോ ആയിരുന്നു. ശരിക്കും സാമ്പത്തികമായ ഒരു കരിയർ മേഖല കെട്ടിപ്പടുത്തുയർത്തണം എന്നുള്ളത് അവർക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു. പേരും പ്രശസ്തിയും നേടുക എന്നതും അവർ വളരെയധികം ശ്രദ്ധിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു. അതേസമയം നിങ്ങൾ ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ചില പ്രോബ്ലംസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. എല്ലാം കൂടി ഒരു ബർഡൻ എനർജിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതും ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് രീതിയിലാണ് ചിന്തിച്ചത്. അതൊക്കെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഒരു വലിയൊരു ബർഡനായി തീർന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറ്റബോധമാണ്.
അവർക്കൊരു ഫ്യൂച്ചറിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇനി എന്താകും ഈ ഒരു റിലേഷൻ, ഇത് ടോക്സിക് ആണോ, ഇതിനെ അവസാനിച്ചു പോയോ എന്നൊക്കെ ഉള്ളൊരു പേടിയും ഭയവുമൊക്കെ അവരിൽ വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിരാശ കാണുന്നുണ്ട്, മൈൻഡ് വളരെ ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. മറ്റുള്ളവരിനി ഇൻവോൾവ് ആകുമോ, ഈ ഒരു റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവരെ ബാധിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവരൊരു സ്തംഭന അവസ്ഥയിലാണ്, കുറ്റബോധത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് വളരെ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങൾ കാണേണ്ട വ്യക്തികളുടെ പ്രസൻസ് ആണ് കേട്ടോ. ഏജ്ഡ് ആയ വ്യക്തികളുടെ പ്രസൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാര്യഗൗരവത്തോടു കൂടി കാണുകയും ചിന്തിക്കുകയും ചെയ്യണം. അവരെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ വളരെയധികം നിരാശയോടുകൂടി അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം തകർത്ത് കളഞ്ഞ് ഇമോഷണലി നിങ്ങളെ തകർത്ത ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പം അവർ തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇനി പഴയതുപോലെ അവരെ ഫോക്കസ് ചെയ്യാതെ അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു തോട്ട്സ് അവരുടെ ഉള്ളിലുണ്ട്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർ ചില വലയങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ഈഗോ, ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് സിറ്റുവേഷൻസുകൾ പല രീതിയിൽ അവരിലേക്ക് കണക്റ്റഡ് ആയ സമയത്ത് അവരിൽ തോന്നിയ ആ ഒരു ഈഗോ, അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ലൈഫിൽ കിട്ടാനുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ ഇപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ്ഡായി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന ചിന്തകളെല്ലാം അവരെ ശരിക്കും ഈ ഒരു റിലേഷനിൽ പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുണ്ട്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സ് പാസ്റ്റിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സ്വയം മൈൻഡ് ഫൈറ്റ് ചെയ്യുകയാണ്. അബദ്ധം പറ്റി അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തു കൂട്ടി കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു ഓരോന്നും ചെയ്യാനെന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴും അവരെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനോ കുറച്ച് ഈഗോ കാണിക്കുന്നതിനോ ഒന്നും അവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. പിന്നെ നിങ്ങളെ ഫോക്കസ്ഡ് ആണ്. അവരിപ്പോൾ ഒറ്റപ്പെട്ട് മാറി നിന്നാലും നിങ്ങളിലേക്ക് അവർ വരുന്നില്ല, നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ലഭിക്കുന്നില്ലെങ്കിലും അവർ നിങ്ങളെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് കേട്ടോ. അതുപോലെ റിയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടിയുള്ള റിയൂണിയൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കരമായൊരു അൺകണ്ടീഷണൽ ലവ്, സ്നേഹം, പ്രണയമൊക്കെ തോന്നുന്നു. നിങ്ങളുടെ ക്യാരക്ടറിനെയൊക്കെ അവർ വല്ലാതെ മതിപ്പ് കാണിക്കുന്നു. പാസ്റ്റിൽ നിങ്ങളൊരു ജഡ്ജ്മെൻറ്റിങ് പോലെ ന്യായത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നു, അവർക്ക് മുന്നിൽ ശബ്ദമുയർത്തുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്തയും കുറച്ച് പൊസസീവ്നെസ് ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു ക്യാരക്ടറിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവർക്കത് വളരെ നല്ലതായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ്, കാത്തിരിക്കുന്ന എനർജി കാണുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അവർ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. അതായത് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു വിവാഹം പോലുള്ളൊരു കാര്യത്തിലേക്കൊക്കെ ആഗ്രഹിച്ച വ്യക്തികൾക്ക് ബ്ലോക്കേജ് ഉണ്ട്. അത് ഒരു സാധ്യമല്ലാത്തൊരു ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. സിംഗിൾ എനർജി ആണെങ്കിലും ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരുന്നുവെങ്കിലും നിങ്ങൾക്കത് സാധിക്കാതെ പോയതിൽ, ഒരുമിച്ച് ചേരാൻ പറ്റാതെ പോയതിൽ, അവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാതിരുന്നതിൽ കുറ്റബോധവും നിരാശയുമുണ്ട്. വളരെ ശക്തമാകുന്നൊരു നിരാശ അവർ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും അവർ വിലപിക്കുന്നുണ്ട് കേട്ടോ, വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. അതുപോലെ ഉറക്കമില്ലാതെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ശരിക്കും സ്ട്രെസ് എനർജിയിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത്.